എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മളിപ്പോഴുള്ളത് നമ്മുടെ റാന്നി മാടത്തരുവി വെള്ളച്ചാട്ടത്തിലാണ്. മാടത്തരുവി വെള്ളച്ചാട്ടം നമ്മുടെ ഇവിടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. പത്തനംതിട്ട ജില്ലയിൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം കൂടിയാണ് മാടത്തരുവി വെള്ളച്ചാട്ടം. അപകടങ്ങളൊന്നുമില്ലാത്ത നല്ല ഒരു വൈബ് സമ്മാനിക്കുന്ന അടിപൊളി ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ മാടത്തരുവി. നമ്മളിന്ന് മാടത്തരുവി വെള്ളച്ചാട്ടം കാണാനും അതോടൊപ്പം തന്നെ മാടത്തരുവി കൊലക്കേസിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് അറിയാനും കൂടിയാണ് വന്നിരിക്കുന്നത്. മാടത്തരുവി കൊലക്കേസിനെ പറ്റി കുറച്ച് പേർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ടായിരിക്കും. അറിയാത്തവർക്കായി നമുക്ക് മാടത്തരുവി കൊലക്കേസിനെ പറ്റി ഒന്ന് അറിഞ്ഞിട്ട് വരാം. കേരള സംസ്ഥാനത്ത് 1966 കോളിളക്കം സൃഷ്ടിച്ച ഒരു കൊലപാതക കേസാണ് മാടത്തരുവി കേസ് എന്നറിയപ്പെടുന്നത്. വിധവയായ മറിയക്കുട്ടി എന്ന സ്ത്രീയുടെ ജഡം നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്തുള്ള മാടത്തരുവിയിൽ, അതായത് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് 1966 ജൂൺ 16 കാണപ്പെട്ടതാണ് കേസിന് ആധാരം. ബെനഡിക്ട് ഓണക്കുളം എന്ന സുറിയാനി കത്തോലിക്ക പുരോഹിതനാണ് കുറ്റവാളി എന്ന ആരോപണമാണ് കേസിലേക്ക് വ്യാപകമായ മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും ആകർഷിച്ചത്. ബെനഡിക്ട് മറിയക്കുട്ടിയുമായി അനാശാസ്യ ബന്ധം പുലർത്തിയിരുന്നെന്നും അവരുടെ മരണസമയത്ത് 2 വയസ്സുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പിതാവ് അദ്ദേഹമാണെന്നും ആരോപിക്കപ്പെട്ടിരുന്നു. ഈ കേസിൽ 1966 ജൂൺ 24 ബെനഡിക്ട് അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒരു കത്തോലിക്ക പുരോഹിതൻ ഇത്തരം കുറ്റാരോപണത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരുന്നു അത്. കൊല്ലത്തെ സെക്ഷൻ കോടതിയിൽ നടന്ന വിചാരണയെ തുടർന്ന് 1966 നവംബർ 19 ബെനഡിക്ട് അച്ഛന് സെക്ഷൻ ജഡ്ജി കുഞ്ഞിരാമൻ വൈദ്യർ 5 വർഷത്തെ കഠിന തടവും വധശിക്ഷയും വിധിച്ചു. കേസ് അന്വേഷിച്ച രീതിയിൽ പലതരം വീഴ്ചകളും കണ്ടെങ്കിലും പ്രതി പുരോഹിതനാണെന്നതിനാൽ കുറ്റകൃത്യത്തെ ഗൗരവമായി എടുത്ത് കഠിനതരമായ ശിക്ഷ വിധിക്കുകയായിരുന്നു സെക്ഷൻ കോടതി. കീഴ്ക്കോടതിയുടെ ഈ നിലപാട് ബെനഡിക്റ്റിൻ്റെ അപ്പീൽ പരിഗണിച്ച കേരള ഹൈക്കോടതിയിലെ 2 അംഗ ബെഞ്ച് അംഗീകരിച്ചില്ല. ന്യായാധിപന്മാരായ PT രാമൻ നായരും VP ഗോപാലനുമായിരുന്നു ആ ബെഞ്ചിലെ അംഗങ്ങൾ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് കരുതിയ അവർ മതിയായ തെളിവില്ലെന്ന കാരണം പറഞ്ഞ് 1967 ഏപ്രിൽ 7 പുറപ്പെടുവിച്ച് ബെനഡിക്റ്റിനെ വെറുതെ വിട്ടു. അപ്പീൽ പരിഗണിച്ച 2 അംഗ ബെഞ്ചിലെ ജഡ്ജിമാരിൽ ഒരാളായിരുന്നു PT രാമൻ നായർ. ന്യായാധിപൻ എന്ന നിലയിൽ തനിക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നതിൽ ഏറ്റവും വിഷമം പിടിച്ച കേസ് ഇതായിരുന്നു എന്ന് പിന്നീട് ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. മാടത്തരുവി കൊലക്കേസിനെ ആധാരമാക്കി മാടത്തരുവി, മൈനത്തരുവി കൊലക്കേസ് എന്നീ 2 മുഴുനീള ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. മാടത്തരുവി എന്ന ചിത്രത്തിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീയായി വേഷമിട്ടത് മലയാളത്തിലെ പ്രശസ്ത അഭിനേത്രി ഷീലയായിരുന്നു. കേസിലെ പ്രതിയായ പുരോഹിതനെ 2 ചിത്രങ്ങളിലും മരണമടഞ്ഞ സ്ത്രീയോട് കാട്ടിയ കാരുണ്യം മൂലം കുഴപ്പത്തിൽപ്പെട്ട നിരപരാധിയായാണ് ചിത്രീകരിച്ചിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 2000 ആണ്ടിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു വെളിപ്പെടുത്തൽ അതിലേക്ക് വീണ്ടും ജനശ്രദ്ധ ആകർഷിച്ചു. ഒരു എസ്റ്റേറ്റ് ഉടമയുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരുന്ന മറിയക്കുട്ടി മരിച്ചത് അയാളുടെ ആവശ്യമനുസരിച്ച് ഒരു ഡോക്ടർ നടത്തിയ ഗർഭചിത്ര ശസ്ത്രക്രിയയെ തുടർന്നായിരുന്നു എന്ന് ആ ഡോക്ടറുടെ 93 വയസ്സുള്ള പത്നിയും 2 മക്കളും ആദ്യം ബെനഡിക്റ്റിനോടും പിന്നീട് ചില മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയതായി പറയപ്പെടുന്നു. എസ്റ്റേറ്റ് ഉടമയും ഡോക്ടറും നേരത്തെ മരിച്ചിരുന്നു. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് കുടുംബത്തിൽ തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്ന അനിഷ്ട സംഭവങ്ങളിൽ ആത്മീയ സ്വാതന്ത്ര്യം തേടി ഒരു കത്തോലിക്ക പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ധ്യാനത്തിനെത്തിയ ഡോക്ടറുടെ പത്നി പ്രാർത്ഥനാ കേന്ദ്രത്തിൻ്റെ തലവൻ്റെ അന്വേഷണത്തോട് പ്രതികരിച്ച് ഭർത്താവിൻ്റെ കുറ്റം സമ്മതിക്കുകയും തുടർന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ബെനഡിക്റ്റിനെ സന്ദർശിച്ച് മറിയക്കുട്ടിയുടെ മരണ പശ്ചാത്തലം വെളിപ്പെടുത്തി അദ്ദേഹത്തോട് മാപ്പിരയ്ക്കുകയുമാണത്രേ ഉണ്ടായത്. അപ്പം നമ്മുടെ മാടത്തരുവിയിൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന മാടത്തരുവിയിൽ നടന്ന ഒരു കൊലക്കേസായിരുന്നത്. അറിയാത്തവർക്കായിട്ട് ചെറുതായിട്ടൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. മാടത്തരുവി വെള്ളച്ചാട്ടം കാണാൻ ആഗ്രഹിക്കുന്നവർ വരിക, വന്ന് കണ്ടിട്ട് പോവുക. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കൂടിയാണ് നമ്മുടെ ഈ മാടത്തരുവി വെള്ളച്ചാട്ടം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ചെറിയ മനോഹരമായ സ്ഥലത്തെ മനോഹരമായ കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.